നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ പുതിയൊരു വേക്കൻസി വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജോലി സാധ്യതകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ദിവസവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾക്കും മക്കൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും കൂടി ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കേരള സർക്കാരിന് കീഴിൽ വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇവിടത്തേക്ക് എഞ്ചിനീയറിംഗ് ട്രെയിനി ആയിട്ടാണ് ഇപ്പോൾ ജോബിന് ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. ഏകദേശം 6ഓളം വേക്കൻസി വരുന്നുണ്ട്. വേക്കൻസി 6 വരുന്നത്. അതുപോലെ ഇതിന് ഹൈ സാലറി പ്രൊഫൈൽ ജോബാണിത്. 32,400 രൂപ മുതലാണ് തുടക്ക ശമ്പളം വരുന്നത്. 67,150 രൂപ വരെ നമുക്ക് ശമ്പളം മേടിക്കാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 28/2/2026. നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ്. അതായത് KPESRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഈ ജോലിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റുമാണ്. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ BTechും അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. അതിൽ ഓരോ സബ്ജക്റ്റ് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസും ഇൻഫർമേഷൻ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതിലേതിലും ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് 60% മാർക്ക് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിച്ചിട്ട് പാസ്സായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി MSc കമ്പ്യൂട്ടർ സയൻസും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇവയിൽ ഏതിലെങ്കിലും ഒന്നിലെ MSc ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അവർക്കും 60% മാർക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി BSc കമ്പ്യൂട്ടർ സയൻസും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇവർക്ക് BScയുടെ കൂടെ തന്നെ MCAയും കൂടി വേണം. അതും 60% മാർക്കോട് കൂടിയിട്ട് പാസ്സാവണം. ഇനി BCAയും MCAയും ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അവർക്കും ഒരു 60% മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 35 വയസ്സാണ്. അപ്പോൾ 35 വയസ്സ് വരെയുള്ള ഏതൊരാൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ഒരു ചെറുതായിട്ടൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. അല്ല, SC ST കാൻഡിഡേറ്റ്സിന് 150 രൂപ മാത്രമേ വരുന്നു. ബാക്കിയുള്ളവർക്ക് 600 രൂപയാണ് വരുന്നത്. ഇനി നമുക്കിതിൽ ഒരു വർഷത്തെ ട്രെയിനിങ് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ സ്റ്റൈഫൻഡോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് ആണ് വരുന്നത്. 19,500 രൂപ മാസം കിട്ടിയിട്ട് ഒരു വർഷത്തേക്ക് നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഈ ട്രെയിനിങ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ E2 ഗ്രേഡിൽ 32,400 മുതൽ 67,150 രൂപ വരെ ശമ്പളം കിട്ടുന്ന രീതിയിൽ നമുക്ക് പെർമനൻറ്റ് ജോലി കിട്ടുന്നതും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇത്തരത്തിൽ ജോലി അന്വേഷിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.